എൻ്റെ പേര് മൊയിനുദ്ദീൻ. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് റോക്ക് ടോപ്പ് എൻ്റർപ്രൈസസ് ആണ്. അമൃതം ഫുഡ്സ് എന്നാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ബ്രാൻഡ് നെയിം ഉള്ളത്. ഓക്കെ, ഞങ്ങൾ മെയിനായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നത് സർവത്തുകൾ, വിനാഗിരി, പിന്നെ ഉള്ളത് ബോർഡ് ഐറ്റംസ്, അതായത് ഏലക്കപ്പെട്ട സ്പൈസസിൻ്റെ റീപാക്കിങ്, അവിൽ മിൽക്കിൻ്റെ കിറ്റുകൾ, ബിരിയാണി കിറ്റുകൾ, മന്തി കിറ്റുകൾ, പിന്നെ കപ്സ കിറ്റ്, അങ്ങനെയുള്ള കിറ്റുകൾ മെയിനായിട്ട് റെഡി ടു കുക്കുള്ള ഐറ്റംസുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. 2012 ഞങ്ങളുടെ അനിയൻ ആണ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ കുറേ കേക്കയുടെ പുട്ടുപൊടി, സ്വർണ്ണ നല്ലെണ്ണ, അങ്ങനെ ഒരു ഏകദേശം ഒരു 10-22 ബ്രാൻഡുകൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കമ്പനി പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ ഏരിയയിൽ പട്ടാമ്പി, ചെറുപ്പശ്ശേരി, പെരിന്തൽമണ്ണ, അങ്ങനെ ഏകദേശം സറൗണ്ടിങ്ങിൽ ഏകദേശം 3 ജില്ലകൾ കവർ ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലുള്ള മെയിൻ പ്രൊഡക്റ്റുകളാണ് ഈ സർബത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തായി ഓൺ മാനുഫാക്ചറിങ്ങിലോട്ട് മാറിയതാണ്. അതായത് നമ്മൾ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ വന്ന സമയത്ത് ആ കോമ്പറ്റീഷൻ നിർത്താൻ നമ്മുടെ ഒരു ഓൺ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്, ഞങ്ങൾ ഓൺ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തത്. അമൃതം നന്നാരി സർബത്ത് നമ്മളത് 750 ml ഫാമിലി യൂസിനുള്ള പേപ്പർ സൂപ്പർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ 1/2 ലിറ്ററിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ അതിൽ 1 ലിറ്റർ ഉണ്ട്, 5 ലിറ്ററിൻ്റെ ഉണ്ട്, പിന്നെ നമ്മൾ ഈ സർബത്ത് ഷോപ്പുകൾക്കുള്ള 10 ലിറ്ററിൻ്റെ ക്യാനുകളുണ്ട്. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ടുള്ള പ്രൊഡക്ഷൻ വരുന്നത്, അമൃത ബ്രാൻഡിൽ വരുന്നത് പ്രൊഡക്ഷൻ. ഇതിൽ മെയിനായിട്ടുള്ള ഒരു പഞ്ചസാര തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, പഞ്ചസാര, വെള്ളം, ഫിൽറ്റർ ചെയ്ത വെള്ളം, പിന്നെ അതിൽ വരുന്നത് നന്നാരിയുടെ വേരുകളാണ്, വേര്, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട് തോന്നില്ല. കാരണം ഞങ്ങൾക്ക് ആൾറെഡി ഞങ്ങൾ ഏകദേശം ഒരു 1300 ഷോപ്പുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഷോപ്പുകളാണ് നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ടായിട്ടുള്ളത്. ഇപ്പം നിലവിൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പോലത്തെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ബ്രാൻഡിൽ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ആൾമോസ്റ്റ് തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട് ആൾമോസ്റ്റ് ഒരു 80 to 90% ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് എല്ലായിടത്തും. സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും അത് മറ്റൊരു ഷോപ്പുകളാണെങ്കിലും അവൈലബിൾ ആണ്. നമ്മൾ ഓൺ ബ്രാൻഡുകളാണ്. പിന്നെ നമുക്ക് ഏറ്റവും സെയിലുള്ള ഒരു സാധനമാണ് അവിൽ മിൽക്കിൻ്റെ കിറ്റുകൾ. അതായത് റെഡി ടു ഈറ്റാണ്. നമ്മൾ ജസ്റ്റ് ഒരു പാല്, അതേപോലെ തന്നെ പഴം, പഞ്ചസാര മാത്രം ഒഴിവാങ്ങിയാൽ മതി. ബാക്കിയുള്ള നമ്മുടെ അവിൽ മിൽക്കിൻ്റെ കിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യും. ഈ സമ്മർ സീസണാണ് നമ്മുടെ മെയിൻ കച്ചവടം വരുന്നത്. നമ്മുടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വെള്ളം ജ്യൂസൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. കോമ്പറ്റീഷൻ ഹെൽത്തിയാണെന്ന് വെച്ചാൽ നല്ല കോമ്പറ്റീഷൻ നമ്മുടെ വളർച്ചയ്ക്ക് കൂടി യൂസ്ഫുൾ ആണല്ലോ. കോമ്പറ്റീഷൻ ഉണ്ട്, നന്നായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ നമുക്കത്ര വലിയ എഫക്റ്റ് ചെയ്യാറില്ല. കാരണം നമുക്ക് നമ്മുടെ ഓൺ മാർക്കറ്റിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വലിയ പ്രശ്നമല്ല. കാരണം നമുക്ക് പ്രൊഡക്റ്റ് അടിച്ചാവാത്ത പ്രശ്നമുള്ളൂ. കാരണം ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 12 ബ്രാൻഡിന് അവരുടെ ബ്രാൻഡിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇത് സീസൺ എന്ന് പറഞ്ഞാൽ ഒരു 3 to 4 മാസമാണ് മെയിൻ സീസൺ വരുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എത്താത്ത വിഷയമാണ്, അല്ലാതെ മാർക്കറ്റിംഗ് ഒരു വിഷയം അല്ല. ഏകദേശം 40 സ്റ്റാഫുകൾ നമുക്കുണ്ട് മൊത്തത്തിൽ. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കമ്പിലും അതേപോലെ തന്നെ പ്രൊഡക്ഷനൊക്കെ കൂടെയായിട്ട് 40 സ്റ്റാഫുണ്ട്, മൊത്തം സ്റ്റാഫുണ്ട് നമ്മൾ വർക്ക് ചെയ്യും. ഇവിടെ എല്ലാത്തിനും ഓരോ സെക്ഷനിലും അവരുടെ അതിൻ്റെതായ സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അപ്പോൾ വിനാഗിരി ആണെങ്കിലും സർബത്താണെങ്കിലും സ്പൈസസിൻ്റെ റീപാക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ഉണ്ട്. പിന്നെ സെയിൽസിന് സെപ്പറേറ്റ് ഇതുണ്ട്. നമ്മുടെ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാനൊരു മാനേജറുണ്ട്, അക്കൗണ്ട് സ്റ്റാഫുകളുണ്ട്. അങ്ങനെ എല്ലാ സെക്ഷനും ആളുകളുണ്ട്, സൂപ്പർവൈസേഴ്സ് ആളുകളുണ്ട്. നിലവിൽ വെച്ചാൽ നല്ല ഫുഡുകൾ കൊടുക്കുക, കാരണം ഈ സർബത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് സർബത്ത് കുടിക്കുന്ന ആൾക്കാർ. ഓക്കെ, കാരണം ഈ 10 രൂപക്ക് 15 രൂപക്കാണ് സർബത്ത് കളിക്കുക. അപ്പോൾ നല്ല സാധനം കൊടുക്കുക. കാരണം ബാക്കിയുള്ള ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വേറെ ബ്രാൻഡുകളാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ബ്രാൻഡുകൾ നമ്മൾ പ്രൈസിന് കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം വേറെ സാധനങ്ങളാണ് സ്വീറ്റ്നറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഈ സർബത്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ബേസായ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്, നമ്മൾ സർബത്ത് നമ്മുടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം. അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. കാരണം അത് വാങ്ങി കലക്കി കൊടുക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലും കിട്ടണം, അതേ സമയത്ത് നല്ല സാധനം കൊടുക്കുക എന്നുള്ളതാണ് അതങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ഇത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ അതിൻ്റെ എക്സ്പാൻഷൻ്റെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിലവിലുള്ള സ്റ്റേജിലാണ്. ഒരു 2028 ആകുമ്പോഴത്തേനെങ്കിലും മിനിമം ഓൾ കേരളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ നിലവിൽ നമ്മൾ ഏകദേശം നമ്മുടെ ഓൺ ബ്രാൻഡിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4 സൈസ് ഉണ്ട്. ഓക്കെ,
പിന്നെ മറ്റേതിൽ കുറേ മറ്റേ ഓരോ കസ്റ്റമർ ഓരോ രീതികളായിരിക്കും. ഇപ്പോൾ പാലക്കാടുള്ള കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവമല്ല തൃശ്ശൂരുകൾ, അവരുടെ മാർക്കറ്റ് വേറെയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ കുറേ അതിൽ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ്ങിൽ കുറേ പ്രൊഡക്റ്റുകളുണ്ട്, കുറേ സൈസുകളുണ്ടായിരിക്കും. നന്നാരി കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സീസണൽ കച്ചവടമാണ്. അതായത് നമ്മുടെ എസ്പെഷ്യലി പാലക്കാട് ജില്ലയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ചൂടുള്ള സ്ഥലമല്ലേ പാലക്കാട് ജില്ല. അവിടെ ഉള്ളത് വെച്ചാൽ ഈ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസം ഏറ്റവും കച്ചവടമുള്ള ഒരു സാധനമാണ് നന്നാരി ഷർബത്ത്. അതാണ് അതിൻ്റെ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് രീതിയിൽ നോക്കുമ്പോൾ ലാഭമുള്ളതാണ്. പിന്നെ നമ്മൾ വെച്ചാൽ ഏറ്റവും ബിസി ആയുള്ള സമയമാണ് ഈ 4 മാസം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരേണ്ട സമയം ഈ 4 മാസം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 4 മാസം കച്ചവടത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതാണ് മെയിൻ. ഫാമിലി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനിയന്മാരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അനിയന്മാരെന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. പിന്നെ ഉമ്മ, വൈഫ്, 3 കുട്ടികളുണ്ട്, അനിയന്മാരുടെ കുട്ടികൾ, തങ്ങളുടെ കുട്ടികൾ, അവരൊക്കെ വരലുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. നിലവിൽ 3 ജില്ലകളാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എറണാകുളത്ത് 2-3 ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. അത് ഒരു പറയാൻ മാത്രമുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് അല്ല, കുറച്ച് നല്ല ബ്രാൻഡിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ള ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവിലാണെങ്കിലും ബാക്കിയുള്ള അതിൽ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പാക്കിൽ വരുന്നതിൽ 5 ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം 300 ml അല്ലെങ്കിൽ 250 ml 5 ഗ്ലാസ് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഷോപ്പിൽ പോയി നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ഒരു മിൽക്കാവോ അങ്ങനെ കുറേ ഷോപ്പുകളുണ്ടല്ലോ, അവിൽ മിൽക്കിൻ്റെ ഷോപ്പ്, അവിടെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സാധനം കിട്ടും. നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം. എസ്പെഷ്യലി സമ്മർ സീസണിലൊക്കെ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വെല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത്. ഗവൺമെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടാണ്. നിലവിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇപ്പോൾ നിലവിൽ നമ്മുടെ പഞ്ചായത്തിലൊരു ബിസിനസ് ഇന്ത്യനുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, അവർ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഒക്കെ നിലവിൽ നമ്മൾ ഓടിക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ ആക്കി തരാൻ, അതിൽ 50% ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഹെൽത്തിൻ്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് വന്നിട്ട് നമ്മുടെ വെള്ളം പരിശോധിക്കാറുണ്ട്, അത് നമ്മുടെ പ്രിമിസസൊക്കെ അവർ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, കാരണം അവർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവർ നല്ല സപ്പോർട്ടാണ്. ഓക്കെ, അവരുടെ ഡ്യൂട്ടി ചെയ്യും, പക്ഷേ സെയിം ടൈം അവർ നല്ല സപ്പോർട്ടാണ്. നല്ല രീതിയിൽ ചെയ്താൽ നല്ല ബിസിനസ്സാണ് എല്ലായിടത്തും. നല്ല രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും ചെയ്യാവുന്ന തന്നെയുള്ളൂ. നല്ല പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലുള്ള വെച്ചാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സെക്ടറിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ് അവർ. ഇപ്പോൾ നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും അവർ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഗവൺമെൻറ് രീതി എന്തൊക്കെ സഹായങ്ങൾ കിട്ടുമെന്നുള്ള കാര്യത്തിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അവർ നമുക്ക് സപ്പോർട്ട് തരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങളിപ്പോൾ ക്ലീനിങ് പ്രോഡക്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെനോയിൽ അങ്ങനെ കുറേ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കൃഷിഭവൻ്റെ ഇതിൽ നമ്മളൊരു അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകൾ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലോട്ട് അവർ തന്നെ ക്ലാസ് സെറ്റ് ചെയ്തിട്ട് ഒരാഴ്ചത്തെ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങിൻ്റെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പാലക്കാട് വെച്ചിട്ട് ഇവർ കൃഷിഭവൻ്റെ അണ്ടറിൽ തന്നെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ടാണ്. ഇത് തുടങ്ങാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ എല്ലാ കച്ചവടമാണ്. ഫ്യൂച്ചർ ഇതൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം, കുറച്ചും കൂടി പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്.